ഏകദേശമൊക്കെ ഒന്ന് ഒതുക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം. ശരിക്കും വിയർത്ത് കുളിച്ചു. നമസ്കാരം, മെട്രിക്സ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ക്ലീനിങ് ആണ്, വെറുതെ ഒന്ന് സഹായിക്കാമെന്ന് വെച്ച്. അതായത് എന്താണെന്ന് പറഞ്ഞാൽ ഇത് ബാക്കിലൊക്കെ ഇപ്പോൾ ചെറിയ രീതിയിലേ ഉള്ളൂ. നമ്മുടെ ഇലകളൊക്കെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ തേക്കയില എല്ലാം കണ്ട ബാക്കിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പം ഒന്ന് വൈകിട്ടൊക്കെ തീ ഇടുകയാണെങ്കിലും കൂടി കുറേ കൊതുകൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. അപ്പോൾ അത് ക്ലീൻ ചെയ്യാനാണ് ഞാൻ പോകുന്നത്. അപ്പോൾ നോക്കാം, നിങ്ങളെ കാണിക്കാം എത്രമാത്രം ഉണ്ടെന്ന്. ശരിക്കും പറഞ്ഞാൽ വീടിൻ്റെ തെക്ക് വശത്ത് അത്യാവശ്യം നല്ല ഇല തന്നെ വീണിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കൂടുതലും തേക്കിൻ്റെ ഇലയാണ്, പിന്നെ പ്ലാവിലുണ്ട്. വെയിലായതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോണത് വീടിൻ്റെ തൊട്ടടുത്ത് നിന്ന് തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ ചവറുവരണ്ടി കൊണ്ടാണ് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലുണ്ടാവുമെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ പതുക്കെ പരിപാടി തുടങ്ങാം. ഏകദേശം 5 മണി കഴിഞ്ഞു. ഇപ്പോൾ വൈകിട്ടൊക്കെ ഇതുപോലെ ചവറ് ഇട്ട് കത്തിക്കുന്നതായിരിക്കും നല്ലത്. എന്ന് പറഞ്ഞാൽ കുറച്ച് കൊതുകൊക്കെ മാറാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നോക്കാം നമുക്ക് എന്താ. ഇത് ഞാൻ ഒരു കയ്യിൽ ചവറുവരണ്ടി ഒരു കയ്യിൽ ഫോണും വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്, ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ. അപ്പോൾ അതിന് മര്യാദയ്ക്ക് ജോലി കേട്ടോ. തൂത്ത് തുടങ്ങിയപ്പോൾ തന്നെ ഭയങ്കര പൊടി. അപ്പോൾ ഞാൻ മാസ്ക് എടുത്തിട്ട്, അപ്പം പൊടി അലർജി ഉള്ളവർക്ക് മാസ്ക് ഇടാം. മറ്റേ ഡീപ്പ് ക്ലീൻ അല്ല പറയുന്നത്, അല്ലാതെ പറയുക. ഞാനൊരു പ്രിക്കോഷൻ എന്നുള്ള നിലയിൽ പറഞ്ഞു, എനിക്ക് പൊടി അലർജിയാണ്. അപ്പം ഫസ്റ്റ് ഒരെണ്ണം തൂത്തിങ്ങനെ വരുന്നേ ഉള്ളൂ, മൊത്തം ആയിട്ട് കാണിച്ചു. ഇപ്പോൾ ഒരു കൈക്ക് തൂത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. ബാക്കി ഞാൻ ഫുൾ എടുത്തിട്ട് കാണിച്ചു തരാം. ഏകദേശം ഇവിടെയൊക്കെ ഇങ്ങനെ ക്ലീനായി കേട്ടോ. ഇത്ര നമ്മൾ ക്ലീൻ ചെയ്ത് റെഡിയാക്കി. ഇനി തുടങ്ങാൻ പോകണുള്ളൂ ഇനി അംഗത്തിലേക്ക്. ഇവിടെയൊക്കെ എനിക്ക് നല്ല രീതിയിൽ തന്നെ മാക്സിമം ക്ലീനാക്കാൻ പറ്റിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഞാൻ നിങ്ങളതാണ് കാണിക്കുന്നത്. ആ സൈഡൊന്ന് റെഡിയാക്കിയപ്പോൾ തന്നെ ഒന്ന് വേർത്തെല്ലാം കുളിച്ച്. ഇനിയാണ് മെയിനായിട്ട് ഒന്ന് പരിപാടി ഉള്ളത്. അപ്പോൾ അതും പെട്ടെന്ന് റെഡിയാക്കിയിട്ട് നിങ്ങളെ ഞാൻ കാണിക്കാം. ഇപ്പം കണ്ടേക്കണ കോലം കാണിച്ചു തരാം. ഏകദേശമൊക്കെ ഒന്ന് ഒതുക്കിയിട്ടുണ്ട്. ഇപ്പം തന്നെ ഭയങ്കര കൊതുകിൻ്റെ ശല്യമുണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ കൂട്ടി വെച്ചിരിക്കുകയാണ് തീയിടാൻ വേണ്ടിയിട്ട്. കൊതുക് കണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, ചെറുതായിട്ട് കാണാമല്ലേ. പറഞ്ഞ ഇവിടെയും ഒതുക്കിയിട്ടുണ്ട്. ബാക്കി ഈ കുറച്ചുകൂടി ഉണ്ട് ക്ലീൻ ചെയ്യാൻ. അതിപ്പോൾ റെഡിയാക്കാം. ഒരെണ്ണം തീയിടാമെന്ന് വെച്ചാൽ അപ്പോൾ കൊതുക് ഇത്തിരി കുറഞ്ഞോളുമല്ലോ. ഒരു സ്ഥലത്ത് പതുക്കെ ഞാൻ തിരി കൊളുത്തി. തിരിയല്ല, തീ കൊളുത്തും. അപ്പോൾ കൊതുകിൻ്റെ ശല്യമൊന്ന് മാറിക്കിട്ടും അത്യാവശ്യം. ഒരു തെങ്ങിൻ ചോട്ടിലായതുകൊണ്ട് ഇത്തിരിയോട് നല്ലതാണ്. ഇനി അടുത്ത കത്തിക്കണം. ഏകദേശം 3 രീതിയിലാണ് ഇത് കത്തിച്ചേക്കണത്. കുറച്ചെടുത്തിട്ടാണ് കത്തിച്ചേക്കണത്. നന്നായി ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. നിങ്ങളെപ്പോലെ തന്നെ ഒരു സാധാരണക്കാരനാണ് ഞാനായി ചെയ്തേക്കണം കേട്ടോ. എന്തെങ്കിലും തെറ്റുണ്ടോ ക്ഷമിക്കണം. നിങ്ങൾക്കിത് കണ്ടിട്ട് എന്താ തോന്നണത്? ശരിക്കും പറഞ്ഞാൽ തൊഴിലുറപ്പ് ചെയ്യുന്ന ചേച്ചിമാർക്ക് ഒരു റെസ്റ്റ് പോലെയാണ് നമ്മൾ ചെയ്തേക്കണത്. ഇത് വീട്ടിലെ ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്ക് റെസ്റ്റ് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത് കേട്ടോ. എല്ലാ അമ്മമാർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ മക്കൾ ചെയ്യുന്നത്. ഏകദേശം നമ്മുടെ വർക്കൊക്കെ ഏകദേശം കഴിഞ്ഞ് ഇതേക്കണ്ട ബാക്കി കത്തിക്കൊണ്ടിരിക്കണം. ഏകദേശം എല്ലാം ക്ലീനായി. എന്തായാലും കൊള്ളാം. വൈകിട്ട് ഇന്ന് അങ്ങനെ ഒരു പറമ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തീയിടാനൊക്കെ പറ്റി. കൊതുകിൻ്റെ ഒരു പ്രശ്നമൊക്കെ കുറയുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീ ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തോട്ടെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ്. ജസ്റ്റ് ഒരു ക്ലീനിങ് ആണ് പരിപാടി. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലൊക്കെ സമയം ഉണ്ടെങ്കിൽ ചെയ്യാവുന്നേ ഉള്ളൂ. ഒന്ന് പറമ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഉള്ള കരിയിലേക്ക് എടുത്തിട്ട് തീയിട്ട് കഴിഞ്ഞാൽ അത്ര ഒരു രസം ഉണ്ടാവും. പിന്നെ പാമ്പ് അങ്ങനെയൊക്കെ നോക്കണം. എന്നാലും ഒരു ഡീപ്പ് ക്ലീൻ കണ്ട ബാക്കിലൊക്കെ ഒന്ന് ക്ലീനായിരിക്കും. ഒരു സന്തോഷം നമുക്ക്. അതുപോലെ തന്നെ കൊതുകൊക്കെ ഒന്ന് കുറയും. വൈകിട്ടൊക്കെ ഇവിടെ ഭയങ്കര കൊതുകാണ്. അപ്പം വേറൊന്നുമില്ല,
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട, മറ്റുള്ളവർക്കൊരു പ്രചോദനമാകട്ടെ. അപ്പോൾ വേറെ ഒന്നുമില്ല. ബൈ ഫ്രം ജീവേഷ്. അപ്പോൾ തണുത്ത വെള്ളത്തിലൊന്ന് മുഖം കഴിയാം. നമ്മൾ ആക്റ്റീവ് ആവും. എല്ലാവരുടെയും കാര്യം അത് തന്നെ. പറമ്പിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് തണുത്ത വെള്ളത്തിലൊന്ന്